കുതിരച്ചോട്ടി കഞ്ഞിക്ക് പോന്നു പറയുന്ന കുതിരച്ചോട്ടി കഞ്ഞിക്ക് പോന്നു. എവിടെ പോവാ ഈ കുതിരച്ചോട്ടി കഞ്ഞിക്ക് എവിടെ? ഇവൻ ചോദിക്കാൻ ഇവൻ ഞാനാ ചോദിക്കാൻ. കുതിരച്ചോട്ടി കഞ്ഞിക്ക് പോവാൻ ആരാടി? എന്താടി കഞ്ഞിക്ക് പോന്നെ? കഞ്ഞിക്ക് പോന്നെ എന്തുവാടി? നമുക്ക് എന്താ ഇവന്റെ കഥ ഒക്കുന്നില്ലെന്ന്, ഇവന്റെ കഥയ്ക്ക് ഫ്ലോ കിട്ടുന്നില്ലെന്ന്, ഇവന്റെ കഥയ്ക്ക് ഇവൻ ഇവിടെ ആരാണ്ട് ആളുകൾ കയറി ഇരിക്കുന്ന അതിന്റെ വെടിക്കാരെ കഥയ്ക്ക് ഫ്ലോ കിട്ടുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെന്ന് നമ്മൾ ഫ്രസ്ട്രേഷൻ ആണ്. നമ്മളെ കാണുമ്പോൾ ചീത്ത വിളിച്ച ഫ്രസ്ട്രേഷൻ തീർക്കുക. എന്താ പറയുക, നമുക്ക് നമ്മുടെ ഇവനാരാ നമ്മളോട് ചോദിക്കാൻ? ഇവനാരാ നമ്മുടെ മൂവ്മെന്റ് റെസ്പെക്ട് ചെയ്യാൻ? ഇവനാരാ? ഇവൻ നമ്മുടെ മൂവ്മെന്റ് റെസ്പെക്ട് ചെയ്യാൻ ഇവനാരാ? ഈ നാട്ടിലുള്ളവരെല്ലാം കഴിഞ്ഞു പോകുന്നു. ഇവൻ നമ്മളെ ഭരിക്കാൻ, ഇവനാരാ നമ്മളെ ഭരിക്കാൻ? ഈ കഴിയാൻ ആരാ നമ്മളെ ഭരിക്കാൻ? ഇവന് ഭ്രാന്ത് വല്ലതും ഉണ്ടോ? ഇവന് കൂടിയ ഭ്രാന്ത്. എന്റെ ചോദ്യങ്ങളെ കേട്ടപ്പോൾ എന്റെ ഭ്രാന്ത് അല്ലയോ? നീ നീ ഇവിടെ പോവാടാ, നീ കണ്ടുപിടിക്കാനുണ്ടോ? ഇവൻ കണ്ടുപിടിക്കാനാ പോകുന്നത്. നീ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണ്? എന്തിനാണോ? ഇവൻ ആരോ നമ്മുടെ പരിപാടി വേണം? നമ്മൾ ചോദിക്കാനേ പോകുന്നില്ല. ഇവര് ഫ്രസ്ട്രേഷൻ കൂടിയിട്ടൊന്ന് ചോദിക്കുക, ഞാൻ കുതിരച്ചോട്ടി കഞ്ഞി വാങ്ങിക്കാൻ പോകുന്നു, നീ എന്തിനാ എന്നെ ചെറിയിട്ടുണ്ട്, നീ എന്തിനാണ് ഈ കഞ്ഞി വാങ്ങിക്കാൻ പോകുന്നത്? മറ്റേത് മറിച്ചേത് എന്തുവാണ് ഈ കഞ്ഞിക്ക് പോകുന്നത്? ഇവര് ഭ്രാന്തവതിയാന്ന് ഒന്ന് ചോദിക്കുക. ഭ്രാന്തോട് ഭ്രാന്ത, ഫ്രസ്ട്രേഷൻ കൂടി അങ്ങ് ഭ്രാന്തായി മാറിയിരിക്കുക. ഭാര്യയ്ക്കും ഭർത്താവിനും. ഭാര്യ ചോദിച്ചും കൊണ്ട് ഇങ്ങനെ വന്നൊന്ന് നിൽക്കുക സർവ്വസമയവും. എന്തായാലും ഫുൾ തെളിവുകളുണ്ട് യൂട്യൂബിനകത്ത്. അതൊന്നും യൂട്യൂബിനകത്തോട്ടൊന്നും ഭയങ്കരമായിട്ട് സർക്കുലേറ്റ് ചെയ്യിപ്പിക്കത്തില്ല. കാരണം ഇതൊക്കെ ഇവരുടെ ഭ്രാന്ത് ആൾക്കാർ കാണുമല്ലോ. ഇവരുടെ ഭ്രാന്ത് ആൾക്കാർ കാണും. നട്ടുച്ചയ്ക്ക് ചോദിച്ചുമായിട്ട് ഇവരുടെ വിചാരം നമ്മുടെ കണ്ണ് പൊട്ടും, എങ്ങനെയെങ്കിലും കണ്ണ് പൊട്ടിക്കണം, കണ്ണിനകത്തോട്ട് വിഷവാദം എല്ലാം കൂടെ അടിച്ചു വരാത്ത സമയത്ത് മുടി പൊരിക്കുക, പല പല രീതിയാണ് ലേസർ. പിന്നെ ലേസർ അടിച്ച് ഞാൻ പറയുന്നുണ്ട്, ലേസർ അടിക്കുമ്പോൾ ലേസർ അടിക്കുന്നുണ്ട്. അപ്പോൾ എന്താ ഈ ലേസർ അടിച്ചാൽ നിന്റെ സൗന്ദര്യം പോയി? അപ്പൊ സൗന്ദര്യം പോകാനാണ് ഇവനാണ് നമ്മുടെ സൗന്ദര്യം കളയാൻ. നമ്മുടെ സൗന്ദര്യം കളയാൻ. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഫാറ്റ് ഇവിടുന്ന് എല്ലാം ഉരുക്കി നമ്മുടെ മുഖത്തിന്റെ ഷേപ്പ് ഡീസിങ് അറിയാൻ വേണ്ടിയിട്ടാണ് ലേസർ അടിക്കുന്നതെന്ന്. അത് ഇവൻ എന്തായാലും സൗന്ദര്യം പോയി. ഇവനാണ് നമ്മുടെ സൗന്ദര്യം കളയാൻ. ഇവനാരാ? ഇവൻ കണ്ടെത്തു എന്ന് പറഞ്ഞ് ഈ മലപ്പുറംകാരൻ സൽമാൻ വലിയുടെ വീട്ടിൽ വന്ന് കയറിയാൽ നമ്മുടെ സൗന്ദര്യം കളയാൻ ലേസർ അടിക്കാനും ലേസറിന് അടിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യാൻ ഇവനാരാ? ഇവനൊക്കെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നടക്കുക. ഭയങ്കര ഫ്രസ്ട്രേഷനാണ്, ഭയങ്കര നിരാശ. കാരണം ഭയങ്കര അമിതമായ നിരാശ. കോടികളൊക്കെ ഉണ്ടാക്കാനെന്നോ എന്തൊക്കെയോ തട്ടിയെടുക്കാമെന്നുള്ള എന്തോ എന്റെ വസ്തു വകയൊക്കെ തട്ടിയെടുക്കാൻ നോക്കി തട്ടിയെടുക്കാൻ പറ്റുന്നില്ല. കാരണം തെളിവുണ്ട് നമ്മുടെ കയ്യിൽ. വസ്തു എഴുതി വെച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ തെളിവുകളൊക്കെ എടുക്കാൻ നോക്കിയില്ല. ഇവൻ ഉണ്ടാക്കിയ കഥകളും തെളിവുകളൊക്കെ നോക്കി എടുക്കണം. അന്നേരം ഇവൻ തന്നെ ഉണ്ടാക്കുന്ന കഥകൾ ഇവന് തന്നെ തിരിഞ്ഞു വീഴും. അതുപോലുള്ള തെളിവുകൾ ഇവന്മാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ പാസ്പോർട്ട് ഇതാക്കിയതും ഏതാണ്ടെല്ലാം തെളിവുകൾ. ഇവൻ എന്തുവാ ഇങ്ങനെ ഇവൻ എടുത്തുകൊണ്ട് പോയതൊക്കെ തെളിവുണ്ട്. നമ്മുടെ പോലീസിൽ കേസ് കൊടുത്ത അജേഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ട് തിരിച്ചു കൊണ്ട് തന്നത്. ഇവൻ എന്റെ എന്തുവാ പ്രമാണം എല്ലാം നല്ല ഒന്നാമതായിട്ട് നമ്മള് ഇവിടെ കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഇവൻ എവിടേക്കോ പോയി ആരെയൊക്കെയോ കണ്ട് ഇങ്ങനെ കള്ളക്കഥകൾ ഉണ്ടാക്കി പറഞ്ഞ ഇവൻ എന്തുവാ നമ്മളെ അവിടെ പിടിച്ചിടാൻ ആൾക്കാരെയൊക്കെ കൂട്ടി വന്നത്. അവന്മാരൊക്കെ ജയിലിൽ പോകും നമ്മൾ കറക്റ്റായിട്ട് കൊടുത്താല്. അവന്മാരൊക്കെ ജയിലിൽ കിടന്ന് അഴിയണം. എന്റെ ക്യാമറ അടിച്ച് പൊട്ടിച്ചതിനും എന്റെ DVR എടുത്തോണ്ട് പോയാലെല്ലാം തെളിവുണ്ട്. ഇങ്ങനെ നടക്കുക എന്തുവാ. എന്നിട്ട് കള്ളക്കഥകൾ തന്നെ ഇവന്മാർക്ക് തന്നെ തിരിഞ്ഞു വീഴും. കള്ളക്കഥകൾ. കാരണം മൂന്ന് കള്ള എന്റെ കോടതിയിലാണ് എന്റെ പ്രമാണം ഇരുന്നു. അവിടെ നിന്ന് എടുത്ത് എന്റെ പ്രമാണം എടുത്തതിനൊക്കെ തെളിവുണ്ട്. ഇവന്മാര് പറഞ്ഞ കള്ളക്കഥകളെല്ലാം കള്ളകളാണെന്ന് അച്ചട്ടായിട്ട് തെളിയും. ഇവരൊക്കെ ജയിലിൽ കിടന്ന് ഉണ്ടാ സോണിയാസ് എടുക്കുന്നോടാ. ഇപ്പോഴും എന്റെ പ്രമാണം ഇവിടെ ഒന്നും ഇല്ല. പിന്നെ എന്റെ ഈ വസ്തുവിന് ഒരാളും അതിന് അവകാശം പറഞ്ഞ് വരേണ്ട കാര്യമില്ല. ഞാൻ വിൽക്കാനല്ല. ഇത് സെറ്റിൽമെന്റ് ഡീലിൽ കൂടാ എന്തുവാ ശ്രീദേവി പറയുന്നവർക്കും അവർക്കും കൊടുത്ത് എനിക്ക് കിട്ടിയത്. എല്ലാം സമ്മതിച്ചിതാക്കിയത്. ഇനി അവർക്ക് ഇവിടെ ഇതൊന്നും അവകാശമൊന്നുമില്ല. അമ്മയ്ക്ക് കാലശേഷം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാതെ വേറെ ഒന്നുമില്ല. ഒരവകാശം ഇല്ല അവർക്ക്. അതാ ഞാൻ പറയുക. അവരുടെ അവകാശം ഇല്ലെന്ന് പറഞ്ഞോണ്ട് എനിക്കും അവരുടേതായ അവകാശം. അവൾ ഇവർ ഇവന്മാർ നടക്കുന്നവരൊന്നും ഞാൻ അവളുടെ നടക്കുന്നില്ല. ഇവന്മാരാണ് നമ്മളുടെ ഇങ്ങനെ നടക്കുക. ചുറ്റിപ്പറ്റി കുറെ ആൾക്ക് നടക്കുക. ഇവരൊക്കെ ആരാണ് എന്റെ വസ്തുവിനെ ചുറ്റിപ്പറ്റി ഇവരൊക്കെ നടക്കാൻ ഈ സുബ്രഹ്മണ്യൻ വെങ്ങാട്ടൂരൊക്കെ വന്ന് കയറിയവൻ. ഞാൻ വിൽക്കാനല്ല ഇത്. ഇവിടെ എന്നിട്ട് ഇതൊക്കെ എന്തൊക്കെയോ വലിയ വലിയ മനക്കോട്ടകളൊക്കെ കെട്ടിയിട്ട് കാശ് കിട്ടാത്തപ്പോ ഇവരൊന്ന് ഫ്രസ്ട്രേഷൻ കൂടിയിട്ടൊന്ന് ചീത്ത വിളിക്കുക. കാണുമ്പോൾ ചീത്ത വിളിക്കുക. എന്തൊക്കെയോ ഭ്രാന്ത് കൂടിയൊന്ന് നടക്കുക. ചോർച്ചടിക്കുക. 10-ാം പകല് 12-ാം മണിക്കും 2-ാം മണിക്കും 1-ാം മണിക്കും ഒക്കെ മുഖത്തോട്ട് ചോർച്ചടിക്കുക. എന്നിട്ട് ഇയാൾ എന്റെ കണ്ണ് പൊട്ടും. അവിടെ നിന്ന് എന്റെ കണ്ണ് പൊട്ടിക്കാൻ നോക്കുക. കണ്ണിനകത്തോട്ട് വിഷവാതകം എല്ലാം കൂടെ അടിക്കുക. മുഖത്തോട്ട് വിഷവാതകം അടിക്കുക. കിടന്നുറങ്ങുമ്പോൾ സൗണ്ട് വെച്ച് നമ്മളെ ഉണർത്തുക. കഥകൾ ഉണ്ടാക്കുക. നമ്മൾ ഉണരുമ്പോൾ ആരാണ്ട് വിളിക്കുന്ന പോലെ എന്തൊക്കെയോ കഥകളാണ് ഉണ്ടാക്കുന്നത്. പല പല കഥകളാണ്. ഇങ്ങനെ കഥകളാണ്. എന്താ കഥയാണ് അറിയത്തില്ലത്. ക്യാമറ ഓഫ് ചെയ്യുക. ക്യാമറ ഓഫ് ചെയ്യാൻ ചെറുത് തന്നെ ഇപ്പോഴും ഞാനെടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ക്യാമറ ഓഫ് ആകുന്നത് നമുക്കൊന്നും അറിയണ്ടായോ? ഇത് ക്യാമറ എല്ലാം നല്ല ഒന്നാമതായിട്ട് ഇൻവെർട്ടറുമായിട്ട് കണക്റ്റഡാ. ക്യാമറ ഓഫ് ആക്കുക. പല പല വേദനകളായിട്ട് നടക്കുക.
ഇതൊക്കെയാ. വേറെ ആർക്കൊന്നും കിട്ടത്തില്ല കാലശേഷമൊന്നും. കാലശേഷം ഒക്കെ എഴുതി കൊടുക്കാനും പറ്റത്തില്ല. കാലശേഷമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കയ്യിലാ പ്രമാണം. കാലശേഷം ഒന്നും എഴുതാൻ പറ്റത്തില്ല. വലിയ എന്തൊക്കെയോ എമൗണ്ട്, വലിയ വലിയ കോടികൾ എമൗണ്ട് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇൻഷുറൻസ് മോട്ടിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇത് പറ്റുന്നില്ലപ്പം നിരാശ കൂടിയിട്ട് അത് ചീത്ത വിളിക്കരുത്. നമ്മുടെ മറ്റേ പറഞ്ഞ് ചീത്ത വിളിച്ചത് എന്തൊരു നാശമാണ് ഇത്. ഈ പ്രാന്തനെ കൊണ്ട് പത്താമത് ഭാര്യയ്ക്ക് ഇതിനെക്കാട്ടി പ്രാന്ത. ഭാര്യയ്ക്ക് ഇവനെക്കാട്ടി ഇപ്പം പ്രാന്തായിട്ട് മാറിയിരിക്കുക. ചോർച്ച പിടിച്ചോണ്ടാണ് ഇപ്പൊ ഭാര്യയും കണ്ണിലോട്ട് നാളെ മുഖത്തോട്ട്. അവരുടെ വീട്ടിൽ നിന്ന് മുഖത്തോട്ടങ്ങ് ചോർച്ചടിക്കുക. ഞങ്ങൾ കുരയ്ക്കുക, കുരയോട് പറയാ. എന്താ പറയാ ഇത്? കുഴയ്ക്കുക കിടന്നങ്ങ്. നിരാശ കൂടി അങ്ങ് പേയായിരിക്കുക, പേയായിട്ട് മാറിയിരിക്കുക. നിരാശ കൂടി പേയായിട്ട് മാറിയിരിക്കുക. എന്തുവാ ചികിത്സിക്കേണ്ട സമയം കഴിഞ്ഞു മാറ്റങ്ങളെ. ക്രിമിനൽ മൈൻഡിന് നിരാശ വരെയുള്ള അവസ്ഥ അറിയാമല്ലോ. അയ്യോ എന്ത് ചെയ്തുകളെ ചുട്ട് കഴിക്കുവന്മാർ. അതുപോലത്തെ ഭ്രാന്തമായിരിക്കുവന്മാർക്ക്. ഭ്രാന്തുമായിട്ട് നടക്കുക. കണ്ണിൽ നമ്മളെ ഇവിടോട്ട് ആൾക്കാർ കണ്ടവർ പറഞ്ഞു നമ്മുടെ മതിലിന് ഉള്ളിൽ കയറി നമ്മൾ നിൽക്കുമ്പോൾ ഇവൻ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന